നമുക്ക് മത്സരത്തിലേക്ക് വരാം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 169 റൺസാണ് അടിച്ചു കൂട്ടിയത്. അവർക്ക് 2 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായത്. ആ സമയത്ത് കമൻട്രി പറഞ്ഞൊരു കാര്യമുണ്ട്, സിംബാബ്വെ കുറഞ്ഞതൊരു 50 റൺസ് ഷോട്ടാണ്. അവർ പറഞ്ഞത് സത്യമാണ്. കാരണം സിംബാബ്വെ തുടക്കത്തിൽ ബാറ്റ് ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ സിംബാബ്വെ ഒരു 200 മുകളിലൊരു റൺസ് സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് കരുതിയത്. എന്നിരുന്നാലും ഓസ്ട്രേലിയൻ ബോളർമാരുടെ മികച്ച രീതിയിലുള്ള ബൗളിംഗ് ഇന്നിങ്സിൻ്റെ അവസാന എൻഡിലേക്ക് വന്നതിനാൽ തന്നെ സിംബാബ്വെക്ക് 169 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സിംബാബ്വെയുടെ വിജയഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഇറങ്ങിയ 4 ബാറ്റ്സ്മാൻമാരും സ്കോർ ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീം എഫേർട്ട്, 1-2 പേരെ ആശ്രയിക്കാതെ ഒരു ടീം എഫേർട്ട്, ഓപ്പണർ അടക്കമുള്ള 4 താരങ്ങളും സ്കോർ ചെയ്തു. ആരും അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അവർ ഉദ്ദേശിച്ച സ്കോർ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കാണില്ല. പക്ഷേ 169 റൺസ് എടുക്കാൻ അവർക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ അവരുടെ ആരാധകർ ഓസ്ട്രേലിയ ബാറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്റ്റേഡിയത്തിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഓസ്ട്രേലിയയുടെ ഓരോ വിക്കറ്റ് പോകുമ്പോഴും സെലിബ്രേഷനാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അവർ പോലും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന്.